നെക്സ്റ്റ് ഈസ് AB4 L2 ടൈപ്പ് ജോമെട്രി. ഇവിടെ നമ്മുടെ ഹൈബ്രിഡൈസേഷൻ sp3d2 ആണ്. സോ 6 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ട്. അതിൽ 4 ബോണ്ട് പെയർസും 2 ലോൺ പെയർസും ആണ് ഓക്യുപ്പൈ ചെയ്യുക. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ജോമെട്രി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ബോണ്ട് പെയർ ആയിരുന്നെങ്കിൽ നമ്മൾ റെഗുലർ ഒക്ടാഹെഡ്രൽ ജോമെട്രി ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. പക്ഷേ 2 ലോൺ പെയർ ആയതുകൊണ്ട് ഡിസ്റ്റോർട്ടഡ് ജോമെട്രി ആണ്. ഈ ലോൺ പെയർസിന് 2 രീതിയിൽ നമുക്ക് പ്ലേസ് ചെയ്യാം ഈ ഒരു പർട്ടിക്കുലർ ഒക്ടാഹെഡ്രൽ ജോമെട്രിയിൽ. അതുകൊണ്ട് തന്നെ 2 പോസിബിലിറ്റീസ് ആണ് അവിടെ ഉള്ളത്. ഫസ്റ്റ് വണ്ണിൽ നമ്മൾ 2നെയും ആക്ച്വൽ പൊസിഷനിൽ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ലോൺ പെയർസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 180 ലീനിയർ ആണ്. അതുപോലെ ആംഗിൾ 180 ഡിഗ്രി ആയതുകൊണ്ട് ലോൺ പെയർ ഇന്ററാക്ഷൻ അവിടെ ഇല്ല, 0 ആണ്. ഇനി ലോൺ പെയർ ബോണ്ട് പെയർ ഇന്ററാക്ഷൻ ആണ് നോക്കേണ്ടത്. ഈ ആക്ച്വൽ പൊസിഷനിൽ നിൽക്കുന്ന ഈ ലോൺ പെയർ ഇക്വിറ്റോറിയലിലുള്ള എല്ലാ ബോണ്ട് പെയറുമായിട്ട് 90 ഡിഗ്രി ആയതുകൊണ്ട് 4 റിപ്പൾഷൻ ഇന്ററാക്ഷൻ തരും. ഇനി ഈ ആക്ച്വലും അതേപോലെ തന്നെ 4 ഇക്വിറ്റോറിയലുമായിട്ട് റിപ്പൾസീവ് ഇന്ററാക്ഷൻ അല്ലേ. അപ്പോൾ 8 repulsive interaction, lone pair bond pair repulsions are there. Bond pair repulsion ഇതെല്ലാം 90 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ അതെല്ലാം തമ്മിൽ റിപ്പൾഷൻ ഉണ്ട്. 4 interactions are there അല്ലേ. ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ലോൺ പെയറിനെ ആക്ച്വലിലും ഒരെണ്ണത്തിനെ ഇക്വിറ്റോറിയലിലും ആണ്. ഇത് തമ്മിലുള്ള ബോണ്ട് ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് അവിടെ ഒരു ലോൺ പെയർ ബോണ്ട് പെയർ ഇന്ററാക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ലോൺ പെയർ ഇന്ററാക്ഷൻ ഒരെണ്ണം ഉണ്ട്. അതേപോലെ തന്നെ ലോൺ പെയർ ബോണ്ട് പെയർ ഇന്ററാക്ഷൻ 6 ഉണ്ട്. ബോണ്ട് പെയർ ഇന്ററാക്ഷൻ 5 ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ഏറ്റവും സ്റ്റേബിൾ? ലോൺ പെയർ ഇന്ററാക്ഷൻ ആണല്ലോ ഏറ്റവും ഹയസ്റ്റ് റിപ്പൾഷൻ. അത് 0 ആയിട്ട് വരുന്ന, മിനിമൈസ് ചെയ്ത് വരുന്ന ഈ ഒരു പർട്ടിക്കുലർ ജോമെട്രിക്ക് ആയിരിക്കും സ്റ്റെബിലിറ്റി കൂടുതൽ. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒക്ടാഹെഡ്രലിൽ നിന്ന് ഈ 2 ആക്ച്വൽ പൊസിഷനിൽ ലോൺ പെയർ ആയപ്പോൾ അവിടെ ബോൺസ് ഇല്ല അല്ലേ. അപ്പോൾ അത് എന്തായി മാറി? ഈ 4 ബോണ്ട് പെയർ മാത്രമേ നമുക്ക് അവിടെ വിസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതൊരു സ്ക്വയർ പ്ലാനർ ജോമെട്രി ആയിട്ട് മാറുന്നു. എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ XCF4ഉം ICL4 മൈനസും ഒക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ AB5L ആണ്. ഇവിടെ നമുക്ക് 6 വാലൻഷ്യൽ ഇലക്ട്രോൺ പെയർസ് ആണുള്ളത്. നമ്മുടെ ഹൈബ്രിഡൈസേഷൻ sp3d2 ആണ്. 6 sp3d2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് നമുക്കുണ്ട്. അതിൽ 5 ബോണ്ട് പെയർസും ഒരെണ്ണത്തിൽ ലോൺ പെയറും ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരേ ഒരു ജോമെട്രി പോസിബിൾ ആയിട്ടുള്ളൂ. കാരണം ഇതിനെ നമുക്ക് ഈ ആക്ച്വൽ പൊസിഷനിൽ വെക്കാം അല്ലേ. അപ്പോൾ അത് നമ്മുടെ ജോമെട്രി എന്തായിട്ട് മാറി? സ്ക്വയർ പിരമിഡൽ ജോമെട്രി ആയിട്ട് മാറി. ഒക്ടാഹെഡ്രൽ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. അതിൽ ഒരെണ്ണം ലോൺ പെയർ ആയതുകൊണ്ട് സ്ക്വയർ പിരമിഡൽ ആയിട്ട് ജോമെട്രി റെഡ്യൂസ് ചെയ്തു. CLF5 ആണ് അതിന് എക്സാമ്പിൾ. അടുത്ത് AB7 ടൈപ്പ് ജോമെട്രി ആണ്. അതിൽ നമുക്ക് ഹൈബ്രിഡൈസേഷൻ sp3d3 വരും. ടോട്ടൽ 7 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുണ്ട്. അതെല്ലാം തന്നെ ബോണ്ട് പെയർ ആണ്. ലോൺ പെയർ ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ ഒരു പെന്റഗണൽ ബൈപിരമിഡൽ, ഒരു പെന്റഗൺ ബേസും 2 ആക്ച്വൽ പൊസിഷൻസ് പെന്റഗണൽ ബൈപിരമിഡൽ ജോമെട്രിയാണ്. എക്സാമ്പിൾ IF7.